വെള്ളക്കെട്ടിന് പരിഹാരമാകാതെ കാഞ്ഞിരമറ്റം പുത്തങ്കാവ് റോഡ് ദിനംപ്രതി റോഡിലെ കുഴികളും വെള്ളക്കെട്ടും വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ വാഹനം ഇതുവഴി കടന്നു പോകുന്നത്. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടും കുഴികളും കാഞ്ഞിരമറ്റം പുത്തൻകാവ് റോഡിലൂടെയുള്ള ഗതാഗതം ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ്. അഗാധമായ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ ചെറുവണ്ടികൾക്കാണ് അപകടം കൂടുതൽ. കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്കുള്ള ഏറ്റവും എളുപ്പവഴിയാണിത്. ദിവസം തോറും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അടങ്ങുന്ന അനവധി യാത്രികരാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. രോഗികളെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളും യഥേഷ്ടമാണ്. മുൻപുണ്ടായിരുന്ന കുഴികൾ ഈ മഴയിൽ വലുതായതാണ് ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാക്കിയത്. നിരവധി വാഹനങ്ങൾക്ക് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. തൊട്ടടുത്തുള്ള കനാലിലേക്ക് വാഹനങ്ങൾ തെറിച്ചു വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. PWD വകുപ്പിന്റെ അനാസ്ഥയാണ് ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നു. ഇത് ടാറിങ് ചെയ്യുമ്പോൾ അത് മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത്തിരി പൊക്കി ചെയ്താൽ മതി. അവിടെ ഈ സൈഡ് കുഴിഞ്ഞ് കിടക്കുക. അപ്പോൾ അതവിടെ ഇത്തിരി പൊക്കി ചെയ്യുവാണെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ചുമ്മാ പാച്ച് വർക്ക് പോലെ കുറച്ച് മെറ്റലിട്ട് ടാറിട്ട് ചെയ്യണതുകൊണ്ടാണ് ഈ പ്രശ്നം വരണത്. കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ പാച്ച് വർക്ക് ചെയ്തേക്കും, മെറ്റലും ടാറും കൂടി ഇട്ട് ചെയ്തേക്കുവാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അത് വെള്ളം കയറുമ്പോൾ പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകും. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇറങ്ങാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ബണ്ടിന് അവിടെ നേരത്തെ പഞ്ചായത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതാണ് അത് പൊട്ടിക്കാൻ, പക്ഷേ അവർ ചെയ്തില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ബണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കുറയും. ബണ്ട് പൊട്ടിച്ചാൽ വെള്ളം കുറയും. ഇപ്പോൾ കായലിൽ ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ കായലിൽ വെള്ളം കുറവായതുകൊണ്ട് വെള്ളം ഇറങ്ങി പൊക്കോളൂ, കൃഷിയില്ല. സമയാസമയങ്ങളിൽ റിപ്പയർ വർക്കുകൾ നടത്താത്തതിനാലാണ് റോഡ് കുളമായി മാറിയത്. MLA അനൂപ് ജേക്കബും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസും ചേർന്നെടുത്ത തീരുമാനത്തിൽ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലവർഷം നേരത്തെ തുടങ്ങിയതുകൊണ്ടും പുത്തങ്കാവ് ബണ്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി തടയണ കെട്ടിയിരിക്കുന്നതുകൊണ്ടും പെട്ടെന്നുണ്ടായ കാലവർഷത്തെ തുടർന്നാണ് വെള്ളപ്പൊക്കമുണ്ടായത്. തുടർന്ന് പല വീടുകളിലും വെള്ളം കയറുകയുണ്ടായി. ഈ തടയണ കെട്ടിയതുകൊണ്ട് ഉദയംപേരൂർ, ആമ്പല്ലൂർ, മുളന്തിരുത്തി പഞ്ചായത്തുകൾ വരെയും വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടാകുകയുണ്ടായി. കഴിഞ്ഞ മെയ് മാസം 20-ആം തീയതി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് കാലവർഷം വരുന്നതിൻ്റെ ഭാഗമായി തടയണ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. കമ്മിറ്റി തീരുമാനം തന്നെ KSIDCക്ക് കൊടുക്കുകയുണ്ടായെങ്കിലും അവിടെ തുടർന്ന് അതിൻ്റെ ബണ്ട് പൊളിക്കുവാൻ ഉണ്ടായ കാലതാമസമാണ് ഈ വീടുകളിൽ വെള്ളം കയറുവാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുവാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.